നമസ്കാരം. ഇന്ത്യ ടുഡേയിൽ നിന്ന് ശ്രീജിഷയാണ് വിളിച്ചു പറഞ്ഞത്. മുഖ്യമന്ത്രിയെ വിമർശിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ടൊരു വ്യാജ വാർത്ത പ്രചരിക്കുന്നുണ്ട്. ഞങ്ങൾ തിരുത്തു കൊടുത്തിട്ടുണ്ട് എന്നും അറിയിച്ചുകൊണ്ടാണ് ശ്രീജിഷ എന്നെ ഇന്ന് വിളിച്ചത്. അയച്ചു തന്ന ലിങ്ക് തുറന്നു നോക്കിയപ്പോൾ എൻ്റെ പഴയൊരു വീഡിയോയുടെ ഒരു ഭാഗം അടർത്തി മാറ്റി ഇപ്പോൾ പറഞ്ഞതുപോലെയാക്കി ഏതോ ബിരുദന്മാരൊപ്പിച്ച പണിയാണ് എന്ന് മനസ്സിലായി. 2022 ജൂൺ 23 ഇട്ടൊരു പോസ്റ്റാണ് പുതിയ ഭാവത്തിൽ പുറത്തിറക്കിയിരിക്കുന്നത്. മുതുകാടും എടുത്തിട്ടലക്ക് തുടങ്ങി മുഖ്യൻ കേരളത്തിൽ ഒറ്റപ്പെടുന്നു എന്ന ടൈറ്റിലാണ് ഈ വീഡിയോ ഇപ്പോൾ പ്രചരിക്കുന്നത്. അന്ന് മഹാരാഷ്ട്രയിലോ മറ്റോ നടന്ന രാഷ്ട്രീയ കച്ചവടത്തിൻ്റെ തുടർച്ചയായിട്ട് ഒരു മോട്ടിവേഷൻ ക്ലാസ്സിന് പോയപ്പോൾ അവിടെ വെച്ചൊരു വിദ്യാർത്ഥിയുടെ ചോദ്യത്തിൻ്റെ ഭാഗമായി അന്ന് പറഞ്ഞൊരു വീഡിയോ ആണ് അത്. അതിലേതെങ്കിലും നേതാവിൻ്റെ പേരോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയുടെ പേരോ ഒന്നും പരാമർശിച്ചിട്ടുമില്ല. പക്ഷേ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളുമായി കോർത്തിണക്കി അന്നത്തെ ആ വീഡിയോ തേടി പിടിച്ച് അതിൽ നിന്നും ഒരു ഭാഗം കട്ട് ചെയ്തെടുത്ത് കാര്യം ഒപ്പിച്ചിരിക്കുകയാണ്. എവിടെയും ഒന്നും സംസാരിക്കാൻ പറ്റാത്ത കാലമാണിത്. ഒരു പറ്റ ആളുകൾ മനുഷ്യരെ പരസ്പരം ശത്രുക്കളാക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നത് കഷ്ടമാണ്. എന്തെങ്കിലും സംഭവങ്ങളുടെ ഭാഗമായോ അല്ലെങ്കിൽ ഏതെങ്കിലും മതവിഭാഗത്തിൻ്റെ ആഘോഷ പരിപാടികൾക്കിടയിലൊക്കെ നമ്മൾ സംസാരിക്കുന്നതിൽ ചെറിയൊരു ഭാഗം അടർത്തി മാറ്റി അങ്ങ് പ്രചരിപ്പിക്കുക എന്നത് ഇന്ന് സോഷ്യൽ മീഡിയക്കാർക്കിടയിൽ ഒരു വിനോദമാണ്. ഇത് ഞാൻ എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത്, അപൂർവം ചിലരുടെ കാര്യം. എത്രമാത്രം ബന്ധങ്ങളാണ് അതിൻ്റെ പേരിൽ അകന്നു പോകുന്നത് എന്നൊന്നും അവർക്കൊരു പ്രശ്നമേ അല്ല. ഈ മൊബൈൽ ഫോണിൽ ക്യാമറ കൂടി വന്നതിന് ശേഷം, സോഷ്യൽ മീഡിയയുടെ വല്ലാത്ത സ്വാധീനം വന്നതിന് ശേഷം എന്ത് പറയുമ്പോഴും എവിടെ നോക്കുമ്പോഴും എങ്ങോട്ട് നടക്കുമ്പോഴും നൂൽപ്പാലം കടക്കുന്ന ശ്രദ്ധ വേണം, അല്ലേ? ഒന്നേ പറയാനുള്ളൂ, എനിക്ക് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോടോ മതവിഭാഗത്തോടോ ഒന്നും പ്രത്യേക മമതയോ അകൽച്ചയോ ഒന്നും ഇല്ല. ഇപ്പോൾ എൻ്റെ ജീവിതം ഡിഫറൻറ്റ് ആർട്സ് സെൻറ്ററിലെ ഈ മക്കളും അവരുടെ മാതാപിതാക്കളുമൊക്കെയുള്ള തികച്ചും മാനുഷികമായ ഒരു ലോകത്ത് മാത്രമാണ്. അതുകൊണ്ട് ഞങ്ങളെ ദയവായിട്ട് വെറുതെ വിടണം. ആ വ്യാജവാർത്തയല്ല, ഈ സത്യമാണ് ഇത് കേൾക്കുന്നവർ ഇനിയെങ്കിലും പ്രചരിപ്പിക്കേണ്ടത് എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.